പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. 250 ml മെഷറിംഗ് കപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്ത ശർക്കര. അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കര വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 കപ്പ് പാലാണ്. പാലൊഴിച്ച് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേക്കിന് ഉപയോഗിക്കാനായിട്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 വട്ടമായിട്ടൊന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇത് 3 വട്ടമായിട്ട് തന്നെ ചേർത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാനാണ് ഇത് 3 വട്ടമായിട്ട് ചേർത്ത് മിക്സാക്കുന്നത്. ഇനി ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഒരു കേക്ക് പാനാണ് വേണ്ടത്. ഇതെല്ലാവരുടെയും വീട്ടിലും കാണും ഇങ്ങനത്തെ പാത്രം. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഓയിൽ തേച്ചിട്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ നല്ല വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഫുള്ള് ഓയിൽ തേച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് കേക്ക് ബാറ്ററിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. കേക്ക് ബാറ്റർ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് ശേഷം വേണം ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത പാനാണിത്. ഇനി ഇത് എയർ ഒട്ടും പോകാത്ത അടപ്പ് കൊണ്ട് വേണം ഇത് അടച്ചു കൊടുക്കാനായിട്ട്. 30 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കുകയും ചെയ്യരുത്. 30 മിനിറ്റിന് മുമ്പ് ഇത് തുറന്ന് നോക്കിയാൽ കേക്ക് പൊന്തി വരില്ല, കേക്ക് അങ്ങ് താണു പോകും. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ നല്ല ഗോൾഡ് ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇത് ശർക്കര ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നല്ല ബ്രൗൺ നിറത്തിൽ കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായ കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.